ശബരിമലയിൽ ED എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു അന്വേഷണം. ശബരിമലയിൽ EDക്ക് എന്ത് കാര്യം എന്നുള്ള ഒരു ചോദ്യവും വരുന്നുണ്ട്. പക്ഷെ അവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ED വരണം. ED പറയുന്നത് ഇതിന്റെ അന്വേഷണം ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. രേഖകളൊക്കെ SIT-യിൽ നിന്ന് കൈമാറിയാലും അന്വേഷണം രഹസ്യമായിട്ടായിരിക്കും. അന്വേഷിച്ച് കിട്ടുന്ന വിവരങ്ങൾ കോടതിയെ രഹസ്യമായിട്ട് അറിയിക്കും. അപ്പൊ എന്തൊക്കെയോ ഗൂഢാലോചനകൾ, എന്തൊക്കെയോ പുറം ലോകം അറിയാതിരിക്കാനുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ED വരണ്ട എന്ന് സർക്കാർ എതിർക്കുന്നു. EDയുടെ ആവശ്യമൊന്നുമില്ല, SIT തന്നെ അന്വേഷിച്ചാൽ മതി, ഞങ്ങൾക്ക് SIT-യെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ഇതുവരെ ശബരിമലയിൽ ഒരു അക്ഷരം ഇണ്ടാത്ത ആളാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കാൻ എന്തെങ്കിലും പറയുന്ന സുരേന്ദ്രൻ ഇപ്പൊ പറയുകയാണ് സത്യവാങ്മൂലം പുറത്തു വരാതിരിക്കാനുള്ള സർക്കാരിന്റെ വ്യഗ്രതയാണ് ED വരാതിരിക്കാൻ വേണ്ടി ഈ തിടുക്കപ്പെട്ടുള്ള ഇത്തരം ഈ തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുന്നത് എന്നൊക്കെയുള്ളതാണ്. സത്യത്തിൽ ഇപ്പോ N. വാസു എന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിലൊക്കെ കിട്ടുമോ ഇല്ലയോ, വീണ്ടും അതിന്റെ അകത്ത് കിടക്കണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. എങ്കിലും ഈ ശബരിമലയിൽ ED വരേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ തീരുമാനമെടുത്ത് വരുന്നത്. അല്ല വെറുതെ അവർക്ക് വട്ടുണ്ടോ ശബരിമലയിൽ വന്ന് ദർശനം നടത്തിയിട്ട് പോകാൻ വേണ്ടി വരുവാണ്? അല്ല ഞാനീ ചോദിക്കുന്നതൊന്നുമല്ല, ED എന്തിനാ പേടിക്കുന്നത്? ED വരുന്നിടത്തെല്ലാം പേടി. മടിയിൽ കലമില്ലാത്തവനെന്താ പേടി? എൻ്റെ ഓഫീസിൽ വന്നിട്ട് CBI വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തി. ഞാനെന്ന് പറഞ്ഞു വരട്ടെ, സ്വാഗതം CBIക്ക് എൻ്റെ വീട്ടിലേക്ക്. കാരണം ഒരു കുന്തവും കണ്ടുപിടിക്കാനില്ല. എന്തിനാ പിന്നെ പേടി? ഒരു കുന്തവും കണ്ടുപിടിക്കാൻ എന്താ അടുപ്പ് കല്ലെടുത്തുകൊണ്ട് പോകുമോ? എന്താ ഞാൻ വരവിൽ കഴിച്ച് സ്വത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ധൈര്യമില്ലാത്ത എന്താ അതോ വരണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് പോകട്ടെന്നേ. നിങ്ങൾ കള്ളമൊന്നും ചെയ്തില്ലെങ്കിൽ പിടിക്കില്ല. കള്ളമുണ്ടെങ്കിൽ പിടിക്കും, കള്ളപ്പണം ഉണ്ടെങ്കിൽ പിടിക്കും. അത് അവർ ഇങ്ങ് വരണമെന്നൊന്നുമില്ല, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അറിയും. ഇതെല്ലാം ഇപ്പം ലിങ്ക്ഡാണ്. ഒരിടപാടും സുതാര്യമായ തരത്തിലേ നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചാണ് നടക്കുന്നത്. വരവിൽ കഴിഞ്ഞ് സ്വത്തുണ്ടാക്കി അവർക്ക് ദൂരെ ഇരുന്ന് കാണാൻ പറ്റും. റഡാറിൽ കാണുന്ന പോലെ അവർ കാണുകയും ചെയ്യും, സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും, അത് ചോദിക്കുകയും ചെയ്യും. ഇപ്പം അങ്ങനെ ധൈര്യമുള്ളവർ ED വന്നിട്ടുണ്ട്. പണ്ട് TN ശേഷൻ എന്ന് പറയുന്ന ആൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നപ്പോൾ ഒരു പരിണാമം സംഭവിച്ചോ? ട്രാൻസ്ഫർമേഷൻ നടന്നോ? എന്താണ് EDയുടെ അധികാരം? EDയുടെ അല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ECയുടെ അധികാരം എന്തെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതുപോലെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇറ്റ്സ് സബ്ജക്റ്റ് ടു ആർഗ്യുമെൻറ്റ്, അത് വേണമെങ്കിൽ എതിർക്കാം. വന്നതിന് ശേഷം EDയുടെ പല്ലിൻ്റെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പറയുമല്ലോ, അത് തിരുത്തിയിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള പല്ലുകളാണ്. പക്ഷേ അവരിനെതിരെയുള്ള ഒരു വാദം, പൊതുവായിട്ടുള്ള വാദം, ഈ ED കേസുകളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ശിക്ഷ ഉണ്ടാവുന്നില്ലെന്ന്. ഈ വളരെ സമയമെടുക്കും. നമ്മുടെ രാജ്യത്ത് നീതി നിർവഹണ രീതി അനുസരിച്ച് വളരെ സമയമെടുക്കും. അവരെടുത്തിട്ടുള്ള കേസുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത് 1000 കേസെടുത്തിട്ടുണ്ട്. അതിൽ 935 കേസുകൾ, അതായത് പൂർണ്ണമായിട്ടുള്ള വിചാരണയും എല്ലാം പൂർത്തിയാക്കിയ 935 കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു 10,000-ഓളം കേസുകൾ അവരുടെ ഇപ്പോൾ അവരുടെ ഫീൽഡിലുണ്ട്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കേസുകളുടെയും കൂടെ കണക്ക് ചേർത്താണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണെന്ന് പറയുന്നത്. പക്ഷേ അന്വേഷിച്ച് കോടതി പൂർണ്ണമായിട്ട് ഇത് വിചാരണ ചെയ്തിട്ടൊക്കെ ഇതിന് ശിക്ഷ സമർപ്പിക്കുന്നു. അവർക്കറിയാമല്ലോ 20-30 വർഷങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്കറിയാം ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. പക്ഷേ നടക്കുന്നത് അങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട്. അതിൽ 1000 കേസുകൾ നിന്നും 935 പേരിലും ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ED തന്നെയാണ് വരുന്നത്. ED മൂർച്ചയുള്ള പല്ലുകളുള്ള. പക്ഷേ എൻ്റെ കേസിൻ്റെ വിചാരണയും കഴിഞ്ഞത് വരുന്നത് 10-20 വർഷം കഴിഞ്ഞായിരിക്കും. അങ്ങനെ ഒരു ദൗർഭാഗ്യമുണ്ട്. പക്ഷേ കരുവന്നൂർ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ട എന്ത് ചെയ്തു ED എന്നാണല്ലോ ചോദിക്കുന്നത്. കള്ളപ്പണം മുഴുവൻ അവർ കണ്ടെത്തി. അതിൻ്റെ സ്രോതസ് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ആൾക്കാരെ മുഴുവൻ അവർ വിളിച്ചു വരുത്തി. എല്ലാം CPM-കാരാണ്. മുഴുവൻ പേരെ അവൾ വിളിച്ചു വരുത്തി ഉള്ള പണം മുഴുവൻ, അല്ലെ പാമ്പിനെ കൊണ്ട് വിഷം ഛർദ്ദിപ്പിക്കുന്നത് പോലെ ആ കള്ളപ്പണം മുഴുവൻ അടിച്ചു മാറ്റിയ സഹകരണ ബാങ്കിൻ്റെ പണം മുഴുവൻ അവർ തിരിച്ചു വാങ്ങിച്ചു. ഓരോരുത്തരായിട്ട് വന്ന് EDയുടെ മുമ്പിൽ ഹാജരായി പണം കൊടുത്തിട്ട് പോയി. ആ പണം പാവങ്ങൾക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം EDക്കില്ല. EDക്ക് അതിന് അധികാരമില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയും ഞങ്ങൾ ഇത്രയും പിടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾ വേണം വിതരണം ചെയ്യാൻ. അല്ലെങ്കിൽ EDക്ക് അത് വിതരണം ചെയ്യാനുള്ള അവകാശമില്ല. അന്വേഷിച്ച് കണ്ടെത്താനും കണ്ടുകെട്ടാനും. ആ കണ്ടുകെട്ടലേ നടക്കൂ. അവിടം വരെ അവർക്ക് അധികാരമുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് അതിനൊരു മുൻകൈ എടുത്തില്ല. കാരണം എന്താണ്? EDക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നുള്ള പേടി. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ED എന്ന് പറയുന്നത് വന്നന്വേഷിക്കട്ടെ. അതൊരു കൂട്ടിലടച്ച തത്തയിൽ നിന്ന് വന്നന്വേഷിക്കണം. ഇത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാനങ്ങളുടെ കേസാണെന്ന് പറയുന്നു. ഇപ്പോൾ പത്മകുമാറിൻ്റെ വീട്ടിലെ ഒരു B നിലവറയുണ്ടെന്ന് പറയുന്നു. അടുക്കളയുടെ അടിയിലെങ്ങാണ്ടൊരു B നിലവറയുണ്ടെന്ന് പറയും. ഇതൊക്കെ അന്വേഷിക്കണ്ടേ? സംശയമുള്ളപ്പോൾ അന്വേഷണം വേണ്ടേ? തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം വേണം. അതായത്
ഒളിപ്പിച്ചു വെച്ച ധനവും അവരുടെ അന്വേഷണ പരിധി വരുന്നതാണ്. സുഭാഷ് കപൂർ മൂലം ഇതെന്തെങ്കിലും വ്യാജം നടത്തിയിട്ടുണ്ടോ? സംശയങ്ങൾ വന്നല്ലോ, ആരോപണം കൊണ്ടല്ലേ ചോദിച്ചു, എൻ്റെ സത്യം വരട്ടെ. അതെ മാഷേ, തീർച്ചയായിട്ടും ഈ ഇന്റർപോൾ അടക്കം വരണമെന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി ബന്ധമുണ്ട് എന്നുള്ള ഫോട്ടോകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. ഇനി BJP നേതാക്കൾക്ക് മറ്റ് ബന്ധമുണ്ടോ, അതുകൊണ്ടാണ് BJP ഇങ്ങനെ മൗനം പാലിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും EDയുടെ ഒരു ആവശ്യകത ഉണ്ട്. ഇപ്പോൾ മുൻ കമ്മീഷണർ അടക്കം, അതായത് 2019 കമ്മീഷണറെ അടക്കം 2019 കമ്മീഷണർ അടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഒരു വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഈ കൊള്ള SIT അന്വേഷിച്ചാൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ള ഒരു തോന്നലാണോ ED കൂടി അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം വരുന്നത്? അല്ലേ, SIT അന്വേഷിച്ചാൽ അതൊക്കെ പുറത്തു വരില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഫീൽ ഇപ്പോൾ സമൂഹത്തിനകത്തില്ല എന്നാണ് ഞാൻ. അല്ല, അത് പറയാനുള്ള കാരണം ഈ പത്മകുമാറിലേക്ക് അന്വേഷണം ഒതുങ്ങി. പത്മകുമാറിന് ശേഷം നമ്മൾ പിന്നെ ആരെയും കണ്ടിട്ടില്ല ചോദ്യം ചെയ്യാൻ. ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. രാജീവ് ഖണ്ഡരെയും മോഹനര് ഖണ്ഡരെയും ഒക്കെ വിളിച്ച് മൊഴികൾ എടുത്തു തിരിച്ചു വിടുന്നു എന്നുള്ളതിനപ്പുറം അടുത്ത് കടകംപള്ളി എന്ന് കേട്ടുകൊണ്ടിരുന്നിടത്ത് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ പിന്നീട് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടം, നമ്മൾ ശബരിമല ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പലരും രാഹുൽ മാങ്കൂട്ട വിഷയത്തിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്ന മന്ത്രി കടകംപള്ളിയാണ്. കടകംപള്ളിയെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ വാതിൽ തുറന്നകത്തേക്ക് കയറാൻ SITക്ക് കഴിയുന്നില്ല? അല്ല, SIT ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു അന്വേഷണം ശൈശവാവസ്ഥയിലാണ്. അല്ലേ, ശ്രദ്ധിച്ചത്? അതിൽ കൂടുതലായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല, ഞങ്ങൾ പതുക്കെ എന്നൊക്കെ എന്ത് ചെയ്യണം, തൊട്ട് നോക്കുകയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് ഇടയ്ക്കാണ് ED വരുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നത്. ED വരട്ടെ, കാരണം പൊതുസമൂഹം കരുതുന്ന ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം സാധാരണ ആളുകൾക്ക് ഇടയ്ക്ക് ഉണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് ED ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആരോപണം നിലയിലുണ്ട്. കാരണം ED പല കേസുകളും പിടിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തെളിവുള്ള ആ കേസുകളിലൊക്കെ വ്യക്തികളെ ED എന്ത് ചെയ്തു, വെറുതെ വിട്ടിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്? അവർ BJPക്കാരായി മാറണം എന്നുള്ളതാണ്. നമ്മളത് മഹാരാഷ്ട്രയിൽ മനസ്സിലാക്കിയതാണ്, അതേപോലെ ഡൽഹിയിൽ മനസ്സിലാക്കിയാണ്. മറ്റ് പലയിടങ്ങളിലും ആ സംഭവങ്ങളുണ്ട്. അതൊരു വശത്തൂടെ നടക്കുന്നുണ്ടെങ്കിലും EDക്ക് ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് സാധാരണക്കാരുടെ വിശ്വാസം. ED അത് എങ്ങനെ ഉപയോഗിക്കുന്നു, അത് രാഷ്ട്രീയ ഉപയോഗം, അത് വേറെ വിഷയമാണ്. പക്ഷേ ശബരിമലയിലെ ഈ കൊള്ള, അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്റർപോൾ വരണമെന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോടതിയുടെ ഒരു പരാമർശമാണ്. കോടതി എന്താ പരാമർശിക്കുക? കോടതി പറഞ്ഞത് ഇത് പുരാവസ്തു വിപണനം നടത്തുന്ന അന്താരാഷ്ട്ര കൊള്ള സംഘം ഇതിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണം അല്ല പ്രശ്നം. കാരണം ഈ സ്വർണത്തിന്റെ പഴക്കം, ആന്റിക് ക്യാരക്ടർ, അതുപോലെ തന്നെ ഇതിന്റെ വിശ്വാസപരമായിട്ടുള്ള ഒരു മൂല്യം, ഇതെല്ലാം കോടിക്കണക്കിനാണ്. ആ കോടിക്കണക്കിന് രൂപ അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ആസൂത്രിതമായിട്ട് ഇത് കൊള്ള ചെയ്തതെന്നുള്ള വിശ്വാസമാണ് കോടതിക്കുള്ളത്. കോടതി ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കോടതി SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ തൃപ്തികരമാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് SITയുടെ അന്വേഷണം നടക്കട്ടെ, ഒപ്പം അതിൻ്റെ കൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണം കൂടി വന്നാൽ നല്ലത്. അതിപ്പോൾ നമ്മൾ പറയാറില്ലേ, നെയ്യപ്പത്തിന് അല്പം നെയ്യ് കൂടിയാൽ എന്താ കുഴപ്പം? അന്വേഷണം കടുക്കട്ടെ, അല്ലേ? അല്ല, അന്വേഷണത്തെ പിണറായി ഭയക്കുന്ന എന്തിനാണ്? അല്ല, പിണറായിക്ക് ഒരു ഭയം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, SITയുടെ അന്വേഷണം നടക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും അന്വേഷണം വന്നാലുമൊക്കെ അന്വേഷണം തുടരട്ടെ. കാരണം അന്വേഷണത്തെ എതിർത്താൽ അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ വിശ്വാസത്തെ തരും. അന്വേഷണം മറ്റത് യൂഷ്വലായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുമല്ലോ, കോടതിയിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും SIT ഭംഗിയായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് മതി. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതിൻ്റെ അകത്ത് കൂടുതൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അത് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ അന്വേഷണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി തൃപ്തികരമായിരിക്കും, അല്ലേ? കൂടുതൽ അന്വേഷണം ഉണ്ടാവുകയും കൂടുതൽ കർക്കശമായിട്ടുള്ള രീതിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സഹകരണ സംഘത്തിന്റെ വിഷയത്തെക്കാളൊക്കെ ഇതിന് വലിയ തീവ്രമാനങ്ങളുണ്ട്, അല്ലേ? മാനവുമുണ്ട്. കാരണം എന്താണ്, ഇത് പൊതുവായ സമൂഹത്തിന്റെ വിഷയമാണ്, കേരളത്തിന്റെ പൊതുവായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ കൽത്തവൻ ആരാണോ അവനെ എന്ത് ചെയ്യണം, കൽത്തുറങ്കിൽ അടക്കണം. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരള സമൂഹം തയ്യാറല്ല.